ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ബാസറാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ധന്വന്തരമൂർത്തയേ നമഃ.
ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ശുഭസായാഹ്നം, സുസ്വാഗതം. മകരസംക്രാന്തി ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം സപ്തമസ്കന്ധം 14-ാം അധ്യായം ഗൃഹസ്ഥാശ്രമ ധർമ്മം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 ശ്ലോകങ്ങൾ കണ്ടു. ഇന്ന് തുടർന്ന് കാണാം. ാം ശ്ലോകം വരെ വായിക്കാം. 26 വരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ 14-ോऽധ്യായഃ. യുധിഷ്ഠിര ഉവാച. ഗൃഹസ്ഥ ഏതാം പദവീം വിധിനാ യേന ചാഞ്ജസ യാതി ദേവർഷേ ബ്രൂഹി മാദൃശോ ഗൃഹമൂഢധീഃ. നാരദ ഉവാച. ഗൃഹേഷ്വസ്ഥിതോ രാജൻ ക്രിയാഃ കുർവൻ ഗൃഹോചിതാഃ വാസുദേവാർപ്പണം സാക്ഷാദുപാസീത മഹാമുനി. ശൃണ്വൻ ഭഗവതോ ഭീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധാനോ യഥാ കാലം ഉപശാന്തജനാവൃതഃ സൽസംഗാച്ഛനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുച്യേന്മുച്യമാനേഷു സ്വയം സ്വപ്നവദുത്തിതഃ. യാവതർത്ഥമുപാസീനോ ദേഹേ ഗേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത് തത്ര നൃലോകേ നരതാം ന്യസേത്. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോപരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ദിവ്യം ഭൗമം ചാന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം തൽ സർവമുപഭുഞ്ജാനഃ ഏതത് കുര്യാത് സ്വതോ ബുധഃ. യാവത് ബ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. മൃഗോഷ്ഠഖരമർക്കാഗു സരീസൃപ് ഖഗമക്ഷികാഃ ആത്മനഃ പുത്രവത് പശ്യേ തൈരേഷാം അന്തരം കിയത്. ത്രിവർഗം നാദികൃത്ശ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാ ദേശം യഥാ കാലം യാവത് ദൈവോപപാദിതം. ആശ്വാഘാന്തേവസായിഭ്യ കാമാൻ സംവിഭജേത് യഥാ അപ്യേകാം ആത്മനോ ദാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. ജഹ്യാത് യദർത്തെ സ്വപ്രാണാൻ ഹന്യാദ്വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രിയാം ജഹ്യാത് യസ്തേന ഹ്യജിതോ ജിതഃ. കൃമിവിഡ് ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേബരം ക്വ തദീയരതിർഭാര്യ ക്വയമാത്മാ നപശ്ചതിഃ. സിദ്ധൈർയജ്ഞാവശിഷ്ടാർത്ഥൈ കൽപ്പയേത് വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാം യാത്. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതॄൻ ആത്മാനമന്വഹം സ്വവൃത്യാഗത വിത്തേന യജേത പുരുഷം പൃഥക്. യർഹ്യാത്മനോധികാരാദ്യാഃ സർവാസ്യുർയജ്ഞസമ്പദഃ വൈതാനികേന വിധിനാ അഗ്നിഹോത്രാദിനാ യജേത്. ന ഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞഭുക്ക് ഇജ്യേദഃ വിശാരാജൻ യഥാ വിപ്രമുഖേ ഹുതൈഃ. തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈകാമൈര്യജസ്വൈനം ക്ഷേത്രജ്ഞം ബ്രാഹ്മണാൻ അനു കുര്യാത് ആപരപക്ഷീയം മാസി പ്രൗഷ്ഠപദേ ദ്വിജഃ. ശ്രാദ്ധം പിത്രോർയഥാ വിത്തം തദ്ബന്ധൂനാം ച വിത്തവാൻ. അയനേ വിഷുവേ കുര്യാത് വ്യതീപാദേ ദിനക്ഷയേ ചന്ദ്രാദിത്യോപരാഗേ ച ദ്വാദശി ശ്രവണേഷു ച. തൃതീയായാം ശുക്ലപക്ഷേ നവമ്യാമത കാർത്തികേ ചതസ്രുഷു അപി അഷ്ടകാസു ഹേമന്തേ ശിശിരേ തദാ മാഘേ സിതസപ്തമ്യാം മഘാരാഗാ സമാഗമേ രാഗയാ ചാനുമത്യാ വാ മാസർക്ഷാണി യുതാന്യപി. ദ്വാദശ്യാം അനുരാധാ സ്യാത് ശ്രവണസ്തിസ്ര ഉത്തരാഃ. തിസൃഷു ഏകാദശീവാസു ജന്മർക്ഷശ്രോണയോഗയുക്ത തയേതേ ശ്രേയസക്കാലാ നൃണാം ശ്രേയോ വിവർധനാഃ. കുര്യാത് സർവാത്മനൈതേഷു ശ്രേയോ അമോഘം തദായുഷഃ.
യേഷു സ്നാനം ജപോ ഹോമോ വ്രതം ദേവദ്വിജാർച്ചനം പിതൃദേവ നൃഭൂതേഭ്യോ യദ്ദത്തം തധി അനശ്വരം സംസ്കാരകാലോ ജായായ അപത്യസ്യാത്മനസ്തദാ പ്രേതസംസ്ഥാമൃതാഹശ്ച കർമ്മണ്യഭ്യുദയേ നൃപ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. വർണ്ണാശ്രമധർമ്മങ്ങളിൽ മറ്റ് ആശ്രമധർമ്മങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമധർമ്മം രണ്ടാമതായി പറയുന്നതിന് പകരം നേരെ വാനപ്രസ്ഥവും പിന്നീട് സന്യാസധർമ്മവും എല്ലാം പറഞ്ഞു. അപ്പോൾ ഗൃഹസ്ഥാശ്രമധർമ്മം നാരദൻ പറഞ്ഞില്ല എന്നുള്ളതായിട്ടുള്ള ഒരു ആകാംക്ഷ യുധിഷ്ഠിരൻ ശ്രദ്ധാപൂർവം പ്രകടിപ്പിച്ച് അത് വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നാരദൻ യുധിഷ്ഠിരന് ഗൃഹസ്ഥാശ്രമധർമ്മം ഉപദേശിക്കുന്നതാണ് നമ്മൾ 14-ാം അധ്യായത്തിൽ കാണുന്നത്. അതിൽ രണ്ടാമതായിട്ട് ഒരു ശ്ലോകം അധികമായിട്ട് വ്യാഖ്യാതാക്കൾ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല പാഠഭേദങ്ങളിലും ഉണ്ട്. സാധുപൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹത തത്വേന തദഹം വക്ഷ്യേ നൈഷ്കർമ്മ്യം യേന കർമ്മണാം. രാവിലെ പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 27 ശ്ലോകങ്ങൾ ചൊല്ലി. 42 ശ്ലോകങ്ങൾ മൊത്തം ഈ അധ്യായത്തിൽ ഉണ്ട്. 43 ശ്ലോകങ്ങൾ. അപ്പോൾ ഗൃഹങ്ങളിലിരിക്കുന്നവർ, ഗൃഹസ്ഥാശ്രമികൾ അവരവരുടെ ഗൃഹോചിതമായിരിക്കുന്ന കർമ്മങ്ങളെ വാസുദേവനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. മഹാമുനികളുമായി എപ്പോഴും സംഘം ഉണ്ടാകണം. ആ മഹാത്മാക്കൾ ഉപശാന്ത ജനങ്ങളാണ്. അവർ ഭഗവാന്റെ അവതാര കഥകളെ പറഞ്ഞു തരും. അത് നല്ലതുപോലെ എപ്പോഴും കേട്ടുകൊണ്ട് ശ്രദ്ധയുള്ളവരായി ഈ സത്സംഗം തുടരുമ്പോൾ സത്സംഗം കാരണമായിട്ട് നമുക്ക് ശരീരത്തോടും ഭാര്യ, മക്കൾ മുതലായ ഗൃഹവസ്തുക്കളോടുമൊക്കെ ഉള്ളതായിട്ടുള്ള സംഘം പതുക്കെ മുക്തമായി വരും. കാരണം ഇവയെല്ലാം നമ്മളെ വിട്ടുപോകുന്നവയാണ്. മുച്യമാനേഷു ആത്മജായ ആത്മജാതിഷു. മുച്യമാനങ്ങളാണ്. മുച്യമാനം മോചിക്കപ്പെടുന്നത്, നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതാണ് ഇതെല്ലാം എന്നുള്ള ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ വിട്ടുപോകുമ്പോൾ വലിയ വേദന ഉണ്ടാവില്ല. മറ്റേ നമ്മളിതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഒരു നിശ്ചയത്തോടു കൂടി ഇരുന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇതിലേതും വിട്ടുപോകാം. നമ്മുടെ ദേഹം നമ്മളെ ബുദ്ധിമുട്ടിക്കാം, നമ്മളെ വിട്ടു തന്നെ പോകാം. ഭാര്യ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, മക്കൾക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. എവിടെ വേണമെങ്കിൽ ഏത് വിദൂരത്തേക്കും അവർ പോകാം. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അവർ നമ്മുടെ കൂടെ നിന്നോളണം എന്നില്ല. അപ്പോൾ ഈ ബോധം എപ്പോഴുണ്ടെങ്കിൽ ഇതിനെല്ലാം സ്വപ്ന സമാനമായിട്ട് കാണാൻ കഴിയും. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാൾക്ക് സ്വപ്നത്തിലുള്ള പദാർത്ഥങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതുപോലെ, അതിൽ മമതയില്ലാത്തതുപോലെ ഇപ്പോൾ കൂടെയുള്ളവരെ അവരുടെ നേരെയും വലിയ
മമതയില്ലാതെ സംഘമില്ലാതെ കഴിച്ചുകൂട്ടാം. എത്രത്തോളം ഇവരുമായിട്ടൊക്കെ നമുക്ക് പ്രയോജനമുണ്ടോ, ആവശ്യമുണ്ടോ, അത്രമാത്രം അവരുമായിട്ട് വ്യവഹാരം ചെയ്താൽ മതി. വിരക്തനായി എന്നാൽ ഉള്ളുകൊണ്ട് വിരക്തനായും പുറത്ത് രക്തവത്ത് അനുരാഗമുള്ളതുപോലെ മനുഷ്യത്വത്തോടുകൂടി ഈ നരലോകത്തിൽ പെരുമാറുക. മനുഷ്യത്വം വെടിയാതെ വിവേകത്തോടെ എല്ലാവരുമായും പക്വതയോടെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ അവനവന്റെ കർത്തവ്യങ്ങളെ ചെയ്യുക, പരസ്പരം സഹായിക്കുക. നമ്മുടെ ജ്ഞാതികൾ, ചലമ്മമാർ, പുത്രന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മറ്റുള്ളവർ ആരൊക്കെയുണ്ടോ ചുറ്റുപാടും, അവർ എന്തൊക്കെ പറയുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ അതിനെയൊക്കെ അനുവദിച്ചു കൊടുക്കുക, പിടിവാശിയില്ലാതെ. നിർമ്മമഃ അനുമോദേത, നിർമ്മമനായി അനുമോദിക്കേണ്ടതാണ്. അതുപോലെ ദിവ്യം ഭൗമം ച അന്തരീക്ഷം വിത്തം അച്യുത നിർമ്മിതം തത്സർവമുപയുഞ്ജാന ഏതത് കുര്യാത് സ്വതോ ബുധഃ. ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ധനം, അത് കാലാവസ്ഥ, മഴ മുതലായതൊക്കെ ഈശ്വര ദാനമാണ് നമുക്ക്. അതിനെയും അത് ഈശ്വരന്റെ നിധിയായിട്ട് കാണുക. ഭൂമിയിലുള്ളതായിട്ടുള്ള ഖനികളിൽ നിന്നും മറ്റും എടുക്കുന്നതും സസ്യലതാദികളിൽ നിന്ന് കിട്ടുന്നതും എല്ലാം ഭൗമം എന്നുള്ളതായിട്ടുള്ള ധനമാണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായി നമുക്ക് വീണ് കിട്ടുന്നതായിട്ടുള്ള പല ഭാഗ്യങ്ങൾ. ഇതെല്ലാം തന്നെ അച്യുത നിർമ്മിതം, ഭഗവാന്റെ നിർമ്മിതിയാണ്. ഈശ്വരനാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നറിഞ്ഞുകൊണ്ട് തൽസർവം ഉപയുഞ്ജാനഃ, അതിനെ ഉപയോഗിക്കുന്നവനായി ഏതത് കുര്യാത് സ്വതോ ബുധഃ. സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണ് ഇന്ന ധനം കൊണ്ട് ഇന്നത് ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യണം. നമുക്ക് വന്നു ചേരുന്ന ധനങ്ങളെ കൊണ്ട് ആവും പോലെയൊക്കെ നമ്മുടെ ധർമ്മം നിർവഹിക്കണം. മറ്റുള്ളവർക്കും എല്ലാം പങ്കുവെച്ചു കൊടുക്കണം. ആ കാര്യത്തെ കൂടുതൽ വിസ്തരിക്കുന്നു. യാവത് ബ്രിയേത ജഡരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. യാവത് ബ്രിയേത ജഡരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. യാവത് ബ്രിയേത ജഡരം താവത് സ്വത്വം ഹി ദേഹിന. വളരെ നല്ലൊരു ഉപദേശം. നമ്മുടെ ജഠരം എന്ന് പറഞ്ഞാൽ ഉദരം, വയറ്, അതിന് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമോ, യാവത് ബ്രിയേത. ബ്രിയേത എന്ന് പറഞ്ഞാൽ ഭരിക്കുക, ഉൾക്കൊള്ളുക, വഹിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ നമ്മുടെ വയറ്റിൽ കൊള്ളുന്നത് മാത്രം, താവത് ദേഹിനാം സ്വത്വം ഹി, അത് മാത്രമാണ് ദേഹികൾക്ക് സ്വത്വം, സ്വകീയം എന്ന് പറയാൻ അവകാശമുള്ളൂ. മറ്റു ജന്തുക്കളൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ചുരുക്കം ചില ജന്തുക്കളാണ് പിന്നീടൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം കളക്ട് ചെയ്ത് വെക്കുന്നത്. അത് അവർക്ക് നാശകാരണവും ആകുന്നു, അല്ലേ? നാളേക്ക് എന്ന് പറഞ്ഞ് ഭക്ഷണ പദാർത്ഥങ്ങളെ ശേഖരിച്ചു വെക്കുന്ന ജന്തുക്കളും ഉണ്ട് പ്രകൃതിയിൽ. ഇപ്പോ യതിധർമ്മം പറഞ്ഞപ്പോ അവധൂതൻ പറഞ്ഞതായിട്ടുള്ള തേനീച്ചയുടെ കാര്യം പറഞ്ഞു. ഉറുമ്പുകൾ അങ്ങനെ കൂട്ടി വെക്കാറുണ്ട്. മറ്റു ചില ജന്തുക്കളൊക്കെ അവരുടെ ഭക്ഷണം ബാക്കി വന്നാൽ, അധികം കിട്ടിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ സംഭരിച്ചു വെക്കുന്നതായിട്ടുള്ള സ്വഭാവമുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവയുടെ നാശത്തിനും കാരണമാകാറുണ്ട്. ബാക്കി പ്രകൃതിയിലുള്ള ഏത് ജീവജാലങ്ങളെ നോക്കിയാലും 99% അപ്പപ്പോ അവർക്ക് വേണ്ടത് മാത്രമേ അവർ കഴിക്കുള്ളൂ. വയറ് നിറഞ്ഞാൽ പിന്നെ അവർക്കൊന്നും വേണ്ട. അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തു കൊടുത്താലും അവർ കഴിക്കാൻ പോകുന്നില്ല. അവരതിനോട് മുഖം തിരിച്ച് മാറിയിരിക്കും, ദൂരെ പോകും. പിന്നെ അടുത്ത് വിശക്കുമ്പോൾ മാത്രമേ അവറ്റകള് ഭക്ഷണം അന്വേഷിക്കുകയുള്ളൂ. അപ്പോൾ പ്രകൃതി ഇങ്ങനെയാണ് എല്ലാ ദേഹികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വര സൃഷ്ടി ഇങ്ങനെയാണ്. അതാണ് ദേഹിനാം
എന്ന് പ്രത്യേകം എടുത്തോണം. ഏത് ദേഹികൾക്ക്. അപ്പൊ മനുഷ്യനും ഈ ഒരു ബോധം ഉണ്ടാവണം. എന്റെ വയറിൽ കൊള്ളുന്നത് മാത്രമേ തൽക്കാലം ഇപ്പോ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് എന്റെ എന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. മറ്റുള്ളതൊക്കെ എന്റേതല്ല. ഞാൻ തന്നെ എന്റെ വീട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിലും ഞാൻ കൂടുതൽ പാചകം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മറ്റുള്ളവർക്കും കൂടി വിതരണം ചെയ്യേണ്ടതാണ്, അന്യർക്ക് കൊടുക്കാനുള്ളതാണ്, ഞാൻ പകുത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആർക്കൊക്കെ വിഭജിച്ചു കൊടുക്കണം എന്നുള്ളത് വിസ്തരിച്ചു വരുന്നുണ്ട്. അപ്പോ അതിൽ അധികം, തന്റെ വയറിൽ കൊള്ളുന്നതിൽ അധികം യോ അഭിമന്യേത, യാതൊരുവനാണോ അഭിമാനിക്കുന്നത്. എന്താ അഭിമാനം? മമ എന്നുള്ള ഭാവം തന്നെയാണ്. ഇത് എന്റേത്, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് തനിക്ക് തന്റെ വയറ് നിറഞ്ഞതിന് ശേഷവും ബാക്കിയുള്ളതിനെ സംഭരിച്ച് പൂഴ്ത്തിവെക്കുന്നവൻ, മറ്റുള്ളവർക്ക് കൊടുക്കാതെ കൂട്ടിവെക്കുന്നവൻ, യോ അഭിമന്യേത സഹസ്തേന, അവൻ സ്തേനനാകുന്നു. സ്തേനൻ എന്നാൽ കള്ളൻ എന്നർത്ഥമാണ്. നമ്മുടെ ശാസ്ത്രങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് നമ്മൾ അപഹരിച്ച് വെക്കുന്നതായിട്ട് കരുതണം. അങ്ങനെ കൂട്ടിവെക്കുന്നവർ സ്തേനന്മാരാകുന്നു എന്ന് ഭഗവാൻ ഗീതയിലും ഇതേ പ്രയോഗം ചെയ്തിട്ടുണ്ട്. ആരാണോ തനിക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത് അവൻ സ്തേനയേവ സഹ എന്ന് പറയുന്നുണ്ട്. അവൻ സ്തേനൻ തന്നെയാകുന്നു, കള്ളനാകുന്നു എന്നാണ്, സാമൂഹ്യദ്രോഹിയാകുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ സ്തേന ദണ്ഡമർഹതി, അവൻ വാസ്തവത്തിൽ ശിക്ഷ അർഹിക്കുന്നു എന്നാണ്. അപ്പൊ കൂടുതൽ സംഭരിച്ചു വെച്ച് മറ്റുള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലാക്കി നമ്മൾക്ക് വേണ്ടി പിന്നീടേക്ക് വേണ്ടി കരുതി വെക്കുന്നതോട് കൂടിയിട്ട് അവൻ ദണ്ഡം അർഹിക്കുന്നു, അവൻ ശിക്ഷാർഹനാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. അതിന്റെ ഫലം ഈശ്വര ശിക്ഷ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് അറിയില്ല. നമ്മൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പലപ്പോഴും. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിലുള്ളത് കഴിച്ച് മാറ്റിവെച്ച് ബാക്കിയുള്ളത് അർഹിക്കുന്നവർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ആനന്ദം കിട്ടും. മാത്രമല്ല നമ്മൾ എവിടെ പോയാലും നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. നമുക്കുള്ളത് അവിടെ കരുതിയിട്ടുണ്ടാവും. നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ചെന്നു കഴിഞ്ഞാലും അവിടെ സുഭിക്ഷമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞതുപോലെ കൊടുത്തു വെക്കണം. അപ്പൊ അതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ അധികം എന്റേതാണെന്ന് കരുതുന്നവൻ സ്തേനനാണ്, കള്ളനാണ്. തന്റേതല്ലാത്തതിനെ കൈവശം വയ്ക്കുന്നവൻ കള്ളനാണ്. അവന്റെ ജീവിതത്തിൽ ആവശ്യത്തിലധികം അവൻ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെയുള്ളവൻ ശിക്ഷാർഹനാകുന്നു എന്നാണ്. വീണ്ടും വീണ്ടും അവൻ ഈ മമത കൊണ്ട് സംസാര ക്ലേശം അനുഭവിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മൃഗോഷ്ട്രഖരമർഖാഘു സരീസൃപ്ഖഗമക്ഷികാഹ ആത്മനഃ പുത്രവത് പശ്യേത് തൈർ ഏഷാം അന്തരം കിയത്. മൃഗോഷ്ട്രഖരമർഖാഘു സരീസൃപ്ഖഗമക്ഷികാഹ ആത്മനഃ പുത്രവത് പശ്യേത് തൈരേഷാം അന്തരം കിയത്. അപ്പോ മൃഗങ്ങൾ, ഓഷ്ട്രങ്ങൾ, ഖരങ്ങൾ, മർക്കങ്ങൾ, ആഘു, സരീസൃപ്പ്, ഖഗ, മക്ഷികാഹ. ഇവിടെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാല് പശു, കുതിര, മാനുകൾ അല്ലെങ്കിൽ പൂച്ച മുതലായത്. അവിടെ അതിനൊക്കെ മൃഗ ശബ്ദത്തിൽ പെടുത്താം. പിന്നെ ഓഷ്ട്രം അത് പറഞ്ഞാൽ ഒട്ടകം. മരുഭൂമി ദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഒട്ടകങ്ങൾ ചുറ്റുപാടും ഉണ്ടാവും. ഓഷ്ട്രം. ഖരം എന്ന് പറഞ്ഞാൽ കഴുത. മർക്കം എന്ന് പറഞ്ഞാൽ കുരങ്ങ്, മർക്കട. ആഘു എന്ന് പറഞ്ഞാൽ എലി, പെരുച്ചാഴി മുതലായത് ആഘു. സരീസൃപ്പ് എന്ന് പറഞ്ഞാൽ സർപ്പം, ഇഴജന്തുക്കള്. ഖഗ എന്ന് പറഞ്ഞാൽ കാക്ക മുതലായ പക്ഷികള്. മക്ഷികാഹ എന്ന് പറഞ്ഞാൽ ഈച്ച മുതലായവ, ചെറിയ പ്രാണികള്. അപ്പൊ ഇവയെ ഒക്കെ തന്നെ
ആത്മനഃ പുത്രവത് പശ്യേത്. ഈ പ്രാണിവർഗങ്ങളെയും അവനവന്റെ പുത്രനെ പോലെ കരുതണം എന്നാണ്. സ്വപുത്രന്മാരെ പോലെ കരുതി എന്നിട്ട് അവർക്ക് തൈഹി യേഷാം അന്തരം കിയത്, തന്റെ പുത്രന്മാർക്കും ഇവർക്കും തമ്മിൽ എന്താണ് അന്തരമുള്ളത്, എന്ത് ഭേദമാണുള്ളത്? രണ്ടു കൂട്ടരും നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അധികമായിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മറ്റ് പ്രാണികൾക്കും ജന്തുക്കൾക്കും ചുറ്റുപാടുള്ളവർക്കെല്ലാം വിതരണം ചെയ്യണം. പശുവാദികളെ, പട്ടി, പൂച്ച മുതലായത് വീട്ടിൽ നിന്ന് വളർത്തുമൃഗങ്ങൾ, ബാക്കി പ്രകൃതിയിലുള്ള ചുറ്റുപാടുള്ളതായിട്ടുള്ള പറന്നു നടക്കുന്ന പക്ഷികളും പാറ്റകളും ഈച്ചകളും അവർക്കൊക്കെ പ്രകൃതിയിലുള്ളതായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള അന്നത്തില് അവകാശമുള്ളവരാണ്. അവരൊക്കെ നമ്മളെ ചുറ്റി ആശ്രയിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കും വിതരണം ചെയ്യേണ്ടതാണ്. അവരെയും നമ്മൾ ആവും പോലെയൊക്കെ രക്ഷിക്കേണ്ടതാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരോടൊക്കെയുള്ള കരുതലോടെ ചുറ്റുപാടും അവർക്കൊക്കെ കൊടുത്തോ വിതരണം ചെയ്തോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ പൂർവികന്മാരൊക്കെ അനുഷ്ഠിച്ചിരുന്നതായിട്ടുള്ള ഒരു നിയമം. ആണ് ആദ്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷികൾക്കും കാക്കകൾക്കും ഒക്കെ വിതരണം ചെയ്യുന്ന സമ്പ്രദായം ഇപ്പോഴും പല ഗൃഹങ്ങളിലും ഉണ്ട്. വളർത്തുമൃഗങ്ങൾക്കൊക്കെ കൊടുക്കുക, പശുവിനൊക്കെ വേണ്ടത് വേണ്ട സമയത്ത് മതിയാവോളം കൊടുക്കുക, പട്ടി പൂച്ച മുതലായതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുക. ഇനി വീട്ടിൽ വല്ല എന്താ പറയുക ജലാശയങ്ങളുണ്ടെങ്കിൽ ആ ജലാശയത്തിൽ മത്സ്യങ്ങളും മറ്റ് ആമ, തവള മുതലായ ജന്തുക്കളൊക്കെ ഉണ്ടാവും. അവർക്കും ആവശ്യമുള്ളത് നമ്മളെ കൊണ്ടാവും പോലെയൊക്കെ കൊടുക്കാം. അങ്ങനെ ഏതൊക്കെ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ ഉറുമ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോലമിടുന്നത് പോലും എന്നുള്ള ആ ഒരു സംസ്കാരമാണ് നമ്മുടേത്. അങ്ങനെ എല്ലാ ജന്തുക്കൾക്കും ചുറ്റുപാടുള്ള സകല ജന്തുക്കൾക്കും അതാത് സ്ഥാനം കൽപ്പിച്ച് നിത്യവും കൊടുത്തോണ്ടിരുന്നാൽ അവർ വന്ന് അത് എടുത്തിട്ട് പൊക്കോളും. നിത്യവും നമ്മൾ കൽപ്പിച്ച് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ച് കൊടുത്താൽ അതാത് സ്ഥലത്ത് അവർ വന്ന് കാത്തിരുന്ന് അത് കഴിച്ചിട്ട് സന്തോഷമായിട്ട് പോകും. ചുറ്റുപാടും കുരങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം, മയിലുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അതെ, അപ്പോൾ ആവും പോലെയൊക്കെ പങ്കിട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ ആവുമ്പോൾ കുളമുണ്ട്, കുളത്തിൽ നിറയെ മത്സ്യമുണ്ട്. മത്സ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടുള്ള ധാന്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. പശുവുണ്ട്, പശുവിന് വേണ്ടത് കൊടുക്കുന്നുണ്ട്. മറ്റ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ വന്ന് ഇഷ്ടം പോലെ ഇവിടെയുള്ളതൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെ ആര് വന്നാലും അതിഥികൾ വന്നാലും ഭക്ഷണം കഴിച്ചേ വിടാറുള്ളൂ. എന്താ ഉള്ളത് വെച്ചാൽ ഉള്ളതുപോലെ അപ്പപ്പ കൊടുക്കും. ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ്. നമ്മൾക്ക് കുട്ടിക്കാലത്ത് തന്നെ കിട്ടണം. നമ്മുടെ വീടുകളിൽ നിന്ന്, മുത്തശ്ശിമാരിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്നൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു സംസ്കാരമാണ്. അപ്പൊ അത് നമ്മുടെ ശരീരം എന്താ പറയുക ബ്ലഡിൽ അലിഞ്ഞു ചേരും. അങ്ങനെ കൊടുക്കാതിരുന്നാൽ നമുക്ക് മനസമാധാനം ഉണ്ടാവില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിക്കുമ്പോൾ എന്തെന്നില്ലാത്ത തൃപ്തി ഉണ്ടാവും നമുക്ക്. നമ്മൾ കഴിക്കുന്ന അന്നം അത് നല്ല ശുദ്ധമായിട്ടുള്ള അന്നമാകും. അത് നമുക്ക് നല്ല ആരോഗ്യം തരും, നല്ല മനസ്സിന് സന്തോഷം തരും. അപ്പൊ ഇതാണ് നമ്മുടെ പഴയ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന്റെ ഒരു സംസ്കാരം. ഇത് നഷ്ടപ്പെടാതെ രക്ഷിക്കുക. നമ്മുടെ കുട്ടികൾക്കും ഇതെല്ലാം പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. നിത്യവും നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുട്ടികൾ അത് കണ്ട് വളരും. അങ്ങനെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ഈ ഭൂമിയിലുള്ള സർവ്വധനവും ഈശ്വരന്റേതാണ്. നമ്മളെല്ലാം അപഹരിച്ച് നമ്മൾക്ക് മാത്രം എന്നുള്ള സ്വാർത്ഥത പാടില്ല എന്ന് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പങ്കിട്ട് കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാക്കണം. ആർക്കും കൊടുക്കരുത് എന്നല്ല പഠിപ്പിക്കേണ്ടത്, എല്ലാവർക്കും കൊടുത്തിട്ട് നീ ഭക്ഷിക്കുക. മൃഗോഷ്ട്രഖരമർക്കാഗു സരീസൃപ് ഖഗമക്ഷികാഹ ആത്മനഃ പുത്രവത് പശ്യേ തൈരേഷാം അന്തരം കിയത്. അപ്പൊ നമ്മുടെ പുത്രന്മാരും ഈ പ്രകൃതിയിലുള്ളതായിട്ടുള്ള ജന്തുക്കളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടരും നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ പുത്രന്മാരെക്കാൾ ഉപയോഗം ഈ ജന്തുക്കളെ കൊണ്ടുണ്ടാവും നമുക്ക്. അതുകൊണ്ട് അന്തരമൊന്നുമില്ല എന്ന് കരുതണം, ഒരേപോലെ കരുതണം, സമഭാവന ഉണ്ടായിരിക്കണം എന്നാണ്. അല്ലാതെ ഞാനും എൻ്റെ മക്കളും മാത്രം എന്നുള്ളത് കള്ള സ്വഭാവമാണ്, അല്പത്തരമാണ്, സ്തേനനാണ്. ദണ്ഡം അർഹതി. ഭഗവാന്റെ ദണ്ഡത്തിന്
അർഹനാകുന്നു അവൻ. ത്രിവർഗം നാദികൃശ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാദേശം യഥാകാലം യാവദ്ദൈവോപപാദിതം. ത്രിവർഗം നാദികൃശ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാദേശം യഥാകാലം യാവദ്ദൈവോപപാദിതം. ഗൃഹമേധി അഭി. ഗൃഹമേധി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം ഇരിക്കുന്നവൻ, ഗൃഹസ്ഥാശ്രമി. അപ്പൊ ഗൃഹസ്ഥാശ്രമി ആണെങ്കിൽ പോലും എന്നാണ് നമ്മുടെ അഭിശബ്ദം കൊണ്ട്. ഗൃഹസ്ഥാശ്രമിക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രത്യേക സാങ്ഷൻ ഉണ്ടോ എന്നാണെങ്കിൽ അതികൃച്ഛ്രേണ ത്രിവർഗം ന ഭജേത. വളരെ കഷ്ടപ്പെട്ട് ത്രിവർഗത്തെ സമ്പാദിക്കേണ്ടതില്ല. ത്രിവർഗം എന്നാൽ ധർമ്മ അർത്ഥ കാമങ്ങൾ, ഈ 3 പുരുഷാർത്ഥങ്ങളെ ഗൃഹസ്ഥനും ബ്രഹ്മചാരിമാരെ പോലെ വാനപ്രസ്ഥന്മാരെ പോലെ ഒക്കെ വേണ്ടു. കൂടുതൽ അതിനുവേണ്ടി പ്രയത്നമൊന്നും ചെയ്യരുത് എന്നാണ്. അതികൃച്ഛ്രേണ ത്രിവർഗം ന ഭജേത. ധർമാർത്ഥ കാമങ്ങൾ സമ്പാദിക്കുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യം ഇല്ല. പിന്നെയോ യാവത് ദൈവോപപാദിതം യഥാദേശം യഥാകാലം. യഥാദേശം ദേശാനുസരണവും യഥാകാലം കാലാനുസരണവും. യാവത് ദൈവോപപാദിതം എത്രത്തോളമാണോ ദൈവത്താൽ വിധിയാൽ നമ്മുടെ പ്രാരബ്ധത്താൽ നമ്മുടെ പൂർവകർമ്മങ്ങളാൽ ഉപപാദിതം സമ്പാദിതം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നത്, ആ യദൃച്ഛാലാഭ സന്തുഷ്ടി എന്നുള്ള സ്വഭാവം ഗൃഹസ്ഥനും പുലർത്തണം, പരിപാലിക്കണം. അപ്പൊ തന്റെ ദേശകാല അവസ്ഥ അനുസരണം പ്രാരബ്ധം കൊണ്ട് എന്ത് ലഭിക്കുന്നുവോ അതുകൊണ്ട് സംതൃപ്തനായി ഗൃഹസ്ഥന്മാരും അഭ്യസിക്കണം. കാരണം അഭ്യസിച്ചാലേ വളരുകയുള്ളൂ. സന്യാസിയാവുമ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് തന്റെ സ്വഭാവമായി മാറണം. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോഴും അധികം ആക്രാന്തമില്ലാതെ ആർത്തിയില്ലാതെ, അല്ലെ, എല്ലാം വലിച്ചുവാരി പിടിച്ചടക്കി ഇതെല്ലാം എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ വെട്ടിപ്പിടിക്കാനുള്ളതായിട്ടുള്ള ത്വര ഉണ്ടാവരുത്. ആവശ്യത്തിന് മാത്രം ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നത്, നമ്മളുടെ പ്രയത്നത്തിനനുസരിച്ച് ദേശകാലങ്ങൾക്ക് അനുസരിച്ച് ഒക്കെ വന്നു ചേരുന്നത്. ഒരു ദേശത്ത് വരുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു ദേശത്ത്, ഒരു കാലത്ത് വരുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു കാലത്ത്. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ല, എല്ലാ ദേശവും ഒരുപോലെ ഇരിക്കില്ല. അപ്പോൾ അവനവന്റെ പ്രാരബ്ധം എന്താണോ ലഭിക്കുന്നത് അതിൽ സന്തുഷ്ടരാവാനും അഭ്യസിക്കണം. കാരണം ഭാവിയിൽ ഈ മുക്തനാവണമെങ്കിൽ, സന്യാസി ആവണമെങ്കിൽ ഇതെല്ലാം അഭ്യസിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോ ഒരു സ്വഭാവം അഭ്യസിക്കുക, നാളെ സന്യാസി ആവുമ്പോൾ എല്ലാം വേണ്ടാന്ന് വെക്കാം, മറ്റേ സ്വഭാവമൊക്കെ അപ്പ വളർത്താം എന്ന് വിചാരിച്ചാൽ വളരില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ, ശീലിച്ചതേ പാലിക്കൂ. അപ്പോ ബ്രഹ്മചര്യാശ്രമത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും വാനപ്രസ്ഥ ആശ്രമത്തിലും ഒക്കെ തന്നെ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ഈ മിതത്വം ഉണ്ടാവണം. ആക്രാന്തം ഇല്ലാതെ പരിശീലിക്കണം. നമ്മുടെ കുചേല ബ്രാഹ്മണൻ ഗൃഹസ്ഥനായിരുന്നിട്ടും അദ്ദേഹം യദൃച്ഛാലാഭ സന്തുഷ്ടനായിരുന്നു. എന്താണോ ഈശ്വരേച്ഛയാ വിധിയാൽ വന്നു ചേർന്നത് അതിൽ സന്തുഷ്ടനായി കഴിഞ്ഞുകൂടിയിരുന്നു. അദ്ദേഹത്തിന് യാതൊരു ആവലാതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പത്നിയുടെ വിഷമം, അവരുടെ നിർബന്ധം, അതിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം ഭഗവാനെ കാണാൻ പോകുന്നത്. കാണാൻ പോകുമ്പോഴും അദ്ദേഹം സങ്കല്പിക്കുന്നില്ല ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കണം എന്നുള്ളത്. ഭഗവാനെ കാണാം എന്നുള്ളൊരു സങ്കല്പം മാത്രമാണുള്ളത്. അവിടെ ചെന്ന് തന്റെ ആവലാതി ഒന്നും പറയുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, മിണ്ടാതെ മടങ്ങിപ്പോരുന്നു. കൊടുത്തത് ഭഗവാനാണ്. കുചേലൻ ചോദിച്ചിട്ടല്ല കൊടുത്തത്. കുചേലൻ അർഹതയുള്ളത് കൊണ്ട് ഭഗവാൻ കൊടുത്തു. ആ കിട്ടിയപ്പോഴും കുചേലൻ ഒരിക്കലും മതി മറന്നില്ല. ഇതെല്ലാം എന്റേതാണെന്ന് കരുതിയില്ല. എല്ലാം അച്യുതന്റെ വിത്തം, ഭഗവാൻ തന്നത്. അത് അർഹതയുള്ളവർക്കൊക്കെ അദ്ദേഹം വീതിച്ചു കൊടുത്തു. സന്തോഷമായിട്ട് അദ്ദേഹം ഭഗവത് ഭക്തിയോടെ നല്ല ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചു. അപ്പൊ അതിനാണ് കുചേലന്റെ കഥ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യദൃച്ഛാലാഭ സന്തുഷ്ടി എന്നുള്ള ഗുണം അത് ഗൃഹസ്ഥാശ്രമത്തിലും പരിശീലിക്കണം. അപ്പോഴേ സന്യാസത്തിൽ അത് നമുക്ക് ഉതകുള്ളൂ. അല്ലെങ്കിൽ ആർത്തി ശീലിച്ചുകൊണ്ടേയിരുന്നാല് നിങ്ങൾ സന്യസിച്ചാലും ആർത്തി മാറാൻ പോകുന്നില്ല. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട്
എന്താ പറയുക, ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള വഴികളൊക്കെ ആലോചിക്കും. അങ്ങനെയാണ് പല എന്താ പറയുക സന്യാസിമാരും ദുഷ്പേരുണ്ടാക്കുന്നത്. ധനം സമ്പാദിക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവർ പോകും. എന്തൊക്കെ ഗിമ്മിക്സുകൾ കാണിക്കോ, ആളുകളെ വഞ്ചിക്കാനും ചതിക്കാനും ഒക്കെ ആയിട്ട് പല വഴികളും നോക്കി ഒട്ടും ജനങ്ങളോട് ഒരു കരുതലില്ലാതെ ആത്മാർത്ഥതയില്ലാതെ ചൂഷണം ചെയ്യുകൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാവരെയും പിഴിഞ്ഞ് ഏതൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെ ധനം ഉണ്ടാക്കാവോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് തൻ്റെ ആശ്രമത്തെ രാജകൊട്ടാരം പോലെയാക്കി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന രീതിയിൽ അധപ്പതിച്ച് പോകുന്നതും കാണാം. അപ്പോൾ ധനം വരുന്നത് അപ്പപ്പോ വിതരണം ചെയ്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്നാൽ സമാഹരിച്ച് വെക്കലുണ്ടാവില്ല. ആ ആശ്രമങ്ങളിൽ കലഹങ്ങളും ഉണ്ടാവില്ല. ഒരുപാട് ധനമൊക്കെ സമ്പാദിച്ചു കൂട്ടി ആശ്രമങ്ങളിൽ നിന്ന് വിചാരിക്കുക ബാങ്ക് ബാലൻസ് കുറേയുണ്ട്, ഭൂസ്വത്ത് കുറേയുണ്ട്. അപ്പൊ അവിടെയൊക്കെ അത് കണ്ടിട്ട് ശിഷ്യഗണങ്ങൾ വർദ്ധിച്ചു വരും. അവർ പതുക്കെ പതുക്കെ ഗുരുവിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ നന്നായി അഭിനയിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ച് വിശ്വസ്തനായി മാറും. രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഗുരുവിന്റെ കയ്യിലുള്ള സ്വത്ത് തട്ടിയെടുക്കാനായിക്കൊണ്ട് പല വഴികളും അവർ നോക്കും. ചിലപ്പോൾ ഗുരുവിനെ കൊല്ലാനും മടിക്കില്ല. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും പല ആശ്രമങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചതിയില് ഏതെങ്കിലും രീതിയിൽ വിഷം കൊടുത്ത് കൊല്ലുകയോ മുക്കിക്കൊല്ലുകയോ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ച് അവരത് പിടിച്ചടക്കാനായിക്കൊണ്ട് ശ്രമിക്കും. അപ്പോ ആശ്രമങ്ങളിൽ ധനമൊന്നും സമ്പാദിച്ചു വെക്കാൻ പാടില്ല. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ആവശ്യത്തിന് കെട്ടിയിടാം. അത് പിന്നെ വരുന്നവർക്ക് ആ കെട്ടിടങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ബാങ്ക് ബാലൻസും മറ്റൊന്നും അധികം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. അത് കലഹത്തിന് കാരണമാവും. അത് തെറ്റായ വഴിയിൽ വിനിയോഗിക്കപ്പെടും. പിന്നെ ആയിക്കോട്ടെ, പറഞ്ഞു വന്നത് ആ സന്യാസത്തിലേക്ക് എത്തുമ്പോൾ ഈ സ്വഭാവം നമ്മളെ വിട്ടുപോകണം. അപ്പൊ അത് ഗൃഹസ്ഥാശ്രമികളായിരിക്കുമ്പോൾ തന്നെ പരിശീലിക്കണം എന്നർത്ഥം. ആ പരിശീലിച്ച സ്വഭാവമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ത്രിവർഗം നാദികൃച്ഛ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാദേശം യഥാകാലം യാവത് ദൈവോപപാദിതം. ഈശ്വരൻ കൊണ്ടുതരുന്നത് അല്ലെങ്കിൽ പ്രാരബ്ധം കൊണ്ടുതരുന്നതിൽ സന്തുഷ്ടരായി പരിശീലിക്കണം. ആശ്വാഘാന്തേവസായിഭ്യഃ കാമാൻ സംവിഭജേത് യഥാ അപ്യേകാം ആത്മനോധാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. ആശ്വാഘാന്തേവസായിഭ്യഃ കാമാൻ സംവിഭജേത് യഥാ അപ്യേകാം ആത്മനോധാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. ആശ്വാഘ അന്തേവസായിഭ്യഃ. ആ ശ്വ അഘ അന്തേവസായിഭ്യഃ മൂന്ന് കൂട്ടരെ പറയുന്നുണ്ട്. ആ എന്നുള്ളത് ഉപസർഗമാണ്. ആ സമന്താത് മുഴുവൻ എന്നുള്ള അർത്ഥം വരുന്നതാണ് ആ എന്നുള്ളത്. ശ്വ ശബ്ദം കൊണ്ട് നായ, ശ്വാവ്. അഘ ശബ്ദം കൊണ്ട് പാപികൾ, പതിതന്മാർ, കഷ്ടപ്പെടുന്നവർ എന്നർത്ഥമാണ്. പാപം കൊണ്ടാണ് ഓരോരുത്തരും നീചയോനികളിൽ ജനിക്കുന്നതും ദരിദ്രന്മാരായിത്തീരുന്നതും രോഗികളായിത്തീരുന്നതും ഒക്കെ പാപങ്ങൾ കൊണ്ടാണ്. അപ്പൊ അഘന്മാര്, പതിതന്മാരായിട്ടുള്ളവർ. അന്തേവസായിഭ്യ, അന്തേവസായി എന്ന് പറഞ്ഞാല് ഏറ്റവും മനുഷ്യ സമൂഹത്തിൽ താഴേക്കടയിൽ കിടക്കുന്നവർ, ചണ്ടാളന്മാർ മുതലായിട്ടുള്ള ആളുകൾ. ഒരു സംസ്കാരവുമില്ലാതെ പ്രാകൃതന്മാരായി നായിനെ തന്നെ തിന്നുന്നവരായി കൊണ്ടും മറ്റുമൊക്കെ ഇതാകുന്ന ചണ്ടാളന്മാരെയാണ് അവിടെ അന്തേവസായികൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്വാവ്, അഘന്മാര്, അന്തേവസായികൾ ഇങ്ങനെയുള്ളവർക്കും കാമാൻ യഥാ സംവിഭജേത്. കാമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ കയ്യിലുള്ളതായിട്ടുള്ള പൊരുളുകളെ, എന്താ പറയാ, അന്നാദികളെ, വസ്ത്രാദികളെ ഒക്കെ യഥാ യോഗ്യതാനുസരണം സംവിഭജേത്. നായയ്ക്ക് കൊടുക്കേണ്ടത് നായയ്ക്ക് കൊടുക്കുക, പതിതന്മാരായി വരുന്നവർക്ക് ആവശ്യത്തിന് വിതരണം ചെയ്യുക, അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ കൊടുക്കുക, ചണ്ടാളന്മാരെ പോലെയുള്ളവർക്ക് കൊടുക്കുക. ഇതൊക്കെ യഥായോഗ്യം സംവിഭജേത്, യോഗ്യതാനുസരണം വിഭജിച്ചു കൊടുക്കേണ്ടതാണ്. ഇതന്നെയാണ് നമ്മുടെ പൂർവീക സംസ്കാരത്തില് ഈ ഭിക്ഷക്കാര്, പതിതന്മാരായിട്ടുള്ളവര്, ചണ്ടാളന്മാരൊക്കെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ഭിക്ഷയാചിച്ച് വരാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ
ഇത് പറയുക, മുത്തശ്ശിമാര് പറയുക, അതാ ധർമ്മക്കാര് വന്നിരിക്കണു എന്നാണ്. ധർമ്മം കൊടുക്കണം. ഇപ്പൊ നമ്മൾക്ക് ധർമ്മം ചെയ്യാൻ വേണ്ടി അവസരം തന്നിരിക്കുകയാണ് ഈശ്വരൻ. നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യണം എന്നാണ് ആ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ധർമ്മം ചെയ്യാനുള്ള അവസരം ഈശ്വരൻ നൽകിയിരിക്കുന്നു, വിതരണം ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. എന്താ പറയുക, ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം, ശ്രിയാദേയം, ഹ്രിയാദേയം, ഭിയാദേയം, സംവിധാദേയം എന്നൊക്കെ വേദത്തില് ധർമ്മം അനുശാസിക്കുന്നുണ്ട്. സത്യം വദ, ധർമ്മം ചര, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്നൊക്കെ ഉപദേശിക്കുന്ന കൂട്ടത്തിലാണ് ശ്രദ്ധയാദേയം, അശ്രദ്ധയാ അദേയം, ശ്രിയാദേയം, ഹ്രിയാദേയം, ഭിയാദേയം, സംവിധാദേയം. വേണ്ടതുപോലെ കൊടുക്കണം, അറിവോടുകൂടെ കൊടുക്കണം. ആർക്ക് എന്ത് കൊടുത്താൽ പ്രയോജനമുണ്ടാവും അത് കൊടുക്കണം. പ്രയോജനമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്തതും അവർക്കും ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർ ചിലപ്പോൾ വെറുതെ കിട്ടുമ്പോൾ വാങ്ങിച്ചിട്ട് പോകും, പക്ഷെ അത് പിന്നീട് അത് സംരക്ഷിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്, എന്താണ് അവർക്ക് പ്രയോജനപ്പെടുക, അത് കൊടുക്കുക കാലദേശത്തിന് അനുസരിച്ച്. നല്ല വേനൽക്കാലത്ത് ഉഷ്ണഭൂമിയിൽ കമ്പിളി പോലെയുള്ള വസ്തുക്കളൊക്കെ കൊടുത്തിട്ടൊരു കാര്യമില്ല. ശൈത്യമുള്ളിടത്ത് കമ്പിളി പോലെയുള്ള വസ്തുക്കൾ കൊടുക്കണം. മഴക്കാലത്ത് കുട പോലെയുള്ളത് കൊടുക്കണം. ആവശ്യത്തിന് അങ്ങനെയുള്ള എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ ഭക്ഷണം കൊടുക്കുക, എല്ലാം കൊടുക്കുക. ആർക്കെന്ത് കൊടുക്കണം എന്നുള്ള ബോധം വേണം. അതാണ് സംവിധാദേയം, അറിവോടുകൂടെ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ധർമ്മം ചെയ്യാനുള്ള അവസരമാണിതെല്ലാം. അപ്പോ ശ്വാക്കൾക്കും അഘന്മാര്, പാപികള്, അന്തേവസായികൾ അഥവാ ചണ്ടാളന്മാര്, ഇവർക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെ വിഭജിച്ചു കൊടുക്കണം. അവർക്കൊന്നും സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള കഴിവില്ല. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരാണ് പ്രകൃതിയിൽ. അപ്പൊ യഥായോഗ്യം സംവിഭജേത്. ഇനി ആത്മനഃ ഏകാം ധാരാം നൃണാം യതഃ സ്വത്വഗ്രഹ. ആത്മനഃ ഏകാം ധാര, അവനവന്റേതായിട്ടുള്ള ഒരു ഭാര്യയെ, തന്റെ ഭാര്യയെ തന്നെ നൃണാം, മറ്റുള്ളവരുടെ സേവനത്തിനായിക്കൊണ്ട് വിട്ടുകൊടുക്കണം. മറ്റുള്ളവരെ സൽക്കരിക്കാനും പൂജിക്കാനും അതുപോലെ ആരോടൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതൊക്കെ നിറവേറ്റാനുമായിട്ട് ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഭാര്യയെ മറ്റുള്ളവരെ സേവിക്കാനായിട്ട് വിട്ടുകൊടുക്കണം. അതിനെ മമതയോടുകൂടി ആർക്കും മുഖം കാണിക്കില്ല, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഒരാളെയും സേവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ പോലും അങ്ങനെ അടക്കി പിടിച്ച് മമതയോടുകൂടെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. തന്റെ ഭാര്യയോടും മമത കുറച്ച് എല്ലാവർക്കും സേവനം ചെയ്യാൻ അവൾക്കും അവസരം കൊടുക്കണം. അവൾക്കും എന്നെ പോലെ ഈ ദാനങ്ങളുടെ ബലം ഉണ്ടാവണം. അവളുടെ മനസ്സും വികസിക്കണം, അവളും സന്തോഷിക്കണം. അപ്പൊ അതിന് അവസരം കൊടുക്കണം. അങ്ങനെ സ്വന്തം ഭാര്യയെ പോലും ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് അതിലുള്ള അഭിമാനത്തെ കുറയ്ക്കണം. ഇവൾ എന്റേത് മാത്രം, എന്നെ മാത്രമേ ഇവൾ ശുശ്രൂഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതായിട്ടുള്ള ഒരു അടിമയെ പോലെ തന്റെ ഉപഭോഗ വസ്തുവായി മാത്രം, തന്നെ സുഖിപ്പിക്കാനുള്ളതായിട്ടുള്ള ഒരു വസ്തുവായി മാത്രം സ്ത്രീകളെ പരിമിതപ്പെടുത്തരുത് എന്നുകൂടെയാണ് ഇതിന്റെ താല്പര്യം. യഥ സ്വത്വഗ്രഹ, ഏതൊരുവളിലാണോ സ്വത്വഗ്രഹം, സ്വത്വം എന്നുള്ളതായിട്ടുള്ള ബാധ. പല പുരുഷന്മാരും അങ്ങനെയാണ്. തങ്ങളുടെ ഭാര്യമാരെ ആർക്കും മുഖം കാണിക്കാൻ അനുവദിക്കില്ല, ഒരു അധികാരവും കൊടുക്കില്ല, ഒരു സേവനത്തിനും അനുവദിക്കാതെ വീട്ടിൽ അടച്ചുപൂട്ടി ഇരുത്തും. സമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു നല്ല കാര്യം സേവനം ചെയ്യാനായിട്ട്, ക്ഷേത്രത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു നാമം ചൊല്ലാനായിട്ടോ ഏതെങ്കിലും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനായിട്ടോ അല്ലേ, അതിന് പോലും സ്വാതന്ത്ര്യം കൊടുക്കില്ല. ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ ഞാൻ കൊണ്ടുപോകാം, എനിക്ക് സൗകര്യമുള്ളപ്പോൾ കൊണ്ടുപോകാം, ഒറ്റയ്ക്കൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്തുക, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ആ ഭാര്യ, അവളും ഒരു വ്യക്തിയാണ്, അവൾക്ക് അവളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. മറ്റുള്ളവരെ സേവിക്കാനായിക്കൊണ്ടുള്ളതായിട്ടുള്ള അവസരങ്ങൾ അവർക്കും കൊടുക്കണം. അവരും വളരണം, അവരുടെ മനസ്സിനും വികാസമുണ്ടാവണം, സന്തോഷമുണ്ടാവണം. തനിക്ക് അവളോടുള്ള മമത കുറയുകയും വേണം. കാരണം എപ്പോൾ വേണമെങ്കിൽ
രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ രോഗം വരാം, മരിച്ചു പോകാം, പലതും സംഭവിക്കാം. വിട്ടുപോകേണ്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഈ അറ്റാച്ച്മെന്റ് കുറയുന്നുവോ അത്രയും നല്ലതാണ്. സ്നേഹം അറ്റാച്ച്മെന്റ് അല്ല. അറ്റാച്ച്മെന്റും സ്നേഹവും രണ്ടാണ്. അപ്പോൾ അങ്ങനെ അപ്യേകാം ആത്മനോദാരാം നൃണാം സ്വത്വഗ്രഹോ യഥ. ഇവൾ എന്റേത് എന്നുള്ള അഭിമാനമുള്ള ഭാര്യയെ പോലും കുറച്ച് ഫ്രീഡം കൊടുത്ത് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ അനുവദിക്കണം. ജഹ്യാദ്യതർത്തെ സ്വപ്രാണാൻ ഹന്യാദ് വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രീയാം ജഹ്യാദ് യസ്തേന ഹ്യജിതോ ജിതഃ. അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ഏകയായ ഭാര്യയെ പോലും മറ്റുള്ളവരെ സേവിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നതിന്റെ ന്യായം പറയണം. ജഹ്യാദ്യതർത്തെ സ്വപ്രാണാൻ ഹന്യാദ് വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രീയാം ജഹ്യാദ് യസ്തേന ഹ്യജിതോ ജിതഃ. ജഹ്യാദ് യദർത്തെ സ്വപ്രാണാൻ. യദർത്തെ യാതൊരുവൾക്ക് വേണ്ടി, ഏതൊരു ഭാര്യയ്ക്ക് വേണ്ടി സ്വപ്രാണാൻ ജഹ്യാദ് തന്റെ പ്രാണനെ പോലും ഉപേക്ഷിക്കുമോ? അത്രയും സ്നേഹമുണ്ട്, അതുകൊണ്ട് അവളുടെ ആവശ്യത്തിന് വേണ്ടി, അവളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി തന്റെ പ്രാണനെ പോലും കളയാൻ തയ്യാറാവും. സ്വപ്രാണാൻ ജഹ്യാദ്. ഇനി പിതരം ഗുരും വാ ഹന്യാദ്. സ്വന്തം മാതാപിതാക്കളെയോ ഗുരുജനങ്ങളെ പോലെയും നിന്ദിക്കുകയോ അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ പോലും ചെയ്യും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ഭാര്യയോടുള്ള അമിത സ്നേഹം, അമിതമായ മമത, ഇതൊക്കെ കാരണമായിട്ട് സ്വന്തം അച്ഛനമ്മമാരെ പോലും ഉപദ്രവിക്കുന്നതായിട്ടുള്ള മക്കളുണ്ട്, അല്ലെ? ആർക്കു വേണ്ടിയാ? ഇവളുടെ വശംവദയായിട്ട്, അവളുടെ അടിമയായിട്ട്, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ക്രൂരനായി മാറുകയും സ്വന്തം അച്ഛനമ്മമാരെ പോലും നിന്ദിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ മാറണം. അത്രയും അടിമത്തം പാടില്ല, അത്രയും ആസക്തി പാടില്ല, സ്ത്രീ ജിതനാവാൻ പാടില്ല. സ്ത്രീയെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഉത്തരവാദിത്വത്തോടുകൂടെ നോക്കണം, അവൾക്കുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കണം. ഒപ്പം അടിമയാവാൻ പാടുള്ളതല്ല, അവനവന്റെ ധർമ്മം മറക്കാൻ പാടുള്ളതല്ല. അതാണ് ഇവിടെ പിതരം ഗുരും വാ ഹന്യാദ്. പിതാവിനെയോ ഗുരുവിനെയോ ഒക്കെ ഹനിക്കുക, ഉപദ്രവിക്കുക, കൊല്ലുക വരെ ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി. തസ്യാം സ്ത്രീയാം സ്വത്വം യഹ ജഹ്യാദ് തേന അജിതഃ ജിതഃ. തസ്യാം സ്ത്രീയാം, ആ സ്ത്രീയിൽ സ്വത്വം യഹ ജഹ്യാദ്, തന്റെ സ്വകീയം എന്നുള്ള ഭാവത്തെ, സ്വത്വത്തെ, യഹ ജഹ്യാദ്, യാതൊരുവൻ ഉപേക്ഷിക്കുന്നുവോ, തേന അജിതഃ ജിതഃ, അവനാൽ അജിതൻ, അജിതൻ എന്ന് പറഞ്ഞാൽ ജയിക്കപ്പെടാത്തവനായ ഭഗവാൻ, ജിതഃ, ജയിക്കപ്പെടുന്നു. അപ്പൊ ഭഗവാനെ ജയിക്കണമെങ്കിൽ ഈ ഒരു സ്ത്രീയിലുള്ള സ്വത്വത്തെ അവൻ ജയിച്ചിരിക്കണം. ഇവൾ എന്റേത് മാത്രം എന്നുള്ളതായിട്ടുള്ള ആ ഒരു സ്ത്രീയോടുള്ളതായിട്ടുള്ള അമിത ആസക്തി, അടിമത്തം, ആ ഒരു ബന്ധം, അതിനെ ഉപേക്ഷിക്കുന്നവൻ ഈശ്വരന് പ്രിയപ്പെട്ടവനായി തീരും. ഈശ്വരൻ അവന് വശനായി ഭവിക്കും. അവനാൽ അജിതൻ ജിതനായി തീരുന്നു എന്നർത്ഥം. നമ്മുടെ ശ്രീരാമസ്വാമി തന്നെ ഒരു ഉത്തമ ഉദാഹരണം, അല്ലേ? ശ്രീരാമസ്വാമി സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പ്രാണനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് രാവണന്റെ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ്, മഹായുദ്ധത്തിലേർപ്പെടുകയാണ്. പല പ്രാവശ്യം ആ യുദ്ധത്തില് ആപത്തിൽ പെട്ടുപോകുന്നുണ്ട്. ലക്ഷ്മണൻ വീഴുന്നുണ്ട്, രാമൻ തന്നെ ബ്രഹ്മാസ്ത്രത്താലും മറ്റൊക്കെ വീഴുന്നുണ്ട്, നാഗാസ്ത്രത്താൽ വീഴുന്നുണ്ട്. പല പ്രാവശ്യം പരാജയം ഉണ്ടായിട്ടും പിന്നെയും ഉയർത്തെഴുന്നേറ്റ് തന്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ യുദ്ധം ചെയ്ത് അവളെ സ്വന്തമാക്കി തിരിച്ച് വീണ്ടെടുത്തതിന് ശേഷം കൊട്ടാരത്തിലെത്തി അഭിഷിക്തയായതിനു ശേഷം ഒരാവശ്യം വന്നപ്പോൾ രാജാവ് എന്നുള്ളതായിട്ടുള്ള ധർമ്മത്തെ പരിപാലിക്കാനായിക്കൊണ്ട് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാനുള്ളതായിട്ടുള്ള ആ ഒരു ധീരത അദ്ദേഹത്തിനുണ്ടായി. ഭാര്യ തെറ്റുകാരി ആയതുകൊണ്ടല്ല, പ്രജകളോടുള്ളതായിട്ടുള്ള തന്റെ കടപ്പാടുകൊണ്ട്. തന്റെ ഭാര്യയേക്കാൾ തനിക്ക് പ്രാധാന്യം തന്റെ പ്രജകളുടെ, തന്റെ മക്കളുടെ ക്ഷേമമാണ്, ഈ രാജ്യത്തിന്റെ ഭാവിയാണ്, വരും തലമുറകളുടെയൊക്കെ മൂല്യങ്ങളാണ്, ആദർശങ്ങളാണ് ലോകത്തെ നിലനിർത്തുന്നത്.
അപ്പൊ ആ ധർമ്മത്തിന് വേണ്ടി തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പോലും ധൈര്യമുണ്ടായി. അപ്പൊ തന്റെ ആ മമതയെ പറിച്ചെറിഞ്ഞു. ഇവൾ എന്റേത് എന്നുള്ളതായിട്ടുള്ള ആ ഒരു വിചാരം തൽക്കാലം, ഇവളേക്കാൾ പ്രധാനമാണ് എനിക്ക് പ്രജകളുടെ നന്മയാണ് എനിക്ക് മുഖ്യം എന്ന് കരുതി സ്വന്തം ഭാര്യയെപ്പോലും ഗർഭിണിയായിരിക്കുമ്പോഴും വനത്തിൽ കൊണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തു. അപ്പൊ ആ ഒരു മമതയില്ലാതിരിക്കണം. അതാണ് ആരാലാണോ തന്റെ ഭാര്യയിൽ പോലും മമതയില്ലാതിരിക്കുന്നത്, സ്വത്വമില്ലാതിരിക്കുന്നത്, അവൻ വിഷ്ണുവിനെ ജയിച്ചിരിക്കുന്നു, ഭഗവാനെ ജയിച്ചിരിക്കുന്നു, ഭഗവാൻ അവന്റെ വശവർത്തിയായിരിക്കുന്നു. പറഞ്ഞാൽ എപ്പോഴായാലും ഉപേക്ഷിക്കേണ്ടവളാണ്, അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കേണ്ട സമയത്ത് യാതൊരു മമതയുമില്ലാതെ തനിക്ക് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവൾ തന്നെ എപ്പോൾ വേണമെങ്കിൽ ഏത് സന്ദർഭത്തിലും ഉപേക്ഷിച്ചു പോകാം. അപ്പോഴും താൻ തകർന്നു പോകാൻ പാടുള്ളതല്ല. അപ്പൊ ആ ഒരു സ്പേസ്, ഒരു സ്വാതന്ത്ര്യം, അല്പം ഡിറ്റാച്ച്മെന്റ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ഉണ്ടായിരിക്കണം. അകാലത്തിൽ മരണം സംഭവിച്ചാൽ ഒരാൾ മരിച്ചതോടുകൂടി മറ്റാളും ഇല്ലാതെയാവുകയല്ല, മറ്റയാൾക്കും അയാളുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കണം. അപ്പൊ അതിനൊരു ബന്ധങ്ങൾക്ക് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം എല്ലാ ബന്ധങ്ങളും എന്ന് പറയണോട്. ജഹ്യാദർത്ഥേ സ്വപ്രാണാൻ ഹന്യാദ്വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രീയാം ജഹ്യാദ് യഹ തേന ഹ്യജിതോജിതഃ. അപ്പൊ മാത്രമേ ഭാര്യയും തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമുണ്ടാവുള്ളൂ. ഭാര്യയെ തിരുത്തി നിലയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ, അങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ സ്വാതന്ത്ര്യം വേണം. അവളെ ഒരുപാട് ആശ്രയിക്കുകയാണെങ്കിൽ ഒന്നും എതിർത്ത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. അത് പാടില്ല. വനവാസകാലത്ത് ശ്രീരാമസ്വാമി കയ്യിൽ അമ്പും വില്ലും ധരിച്ച് നടക്കുന്നതിനെ സീത വിമർശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മുനിമാരെ പോലെയല്ലേ ഇവിടെ ചരിക്കേണ്ടത്, ഹിംസ പാടില്ലല്ലോ, ആയുധങ്ങളൊക്കെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ചില കഥകൾ ദേവേന്ദ്രൻ ഒരു മഹർഷിക്ക് ഒരു വാള് ഏൽപ്പിച്ച് സൂക്ഷിക്കാൻ കൊടുത്ത കഥയൊക്കെ പറഞ്ഞ് ആ മഹർഷി കയ്യിൽ വാള് സൂക്ഷിച്ച് ഒരു ഹിംസാലുവായി മാറി. ആ വാള് കാണുമ്പോൾ ആ വാള് എടുത്തൊന്ന് പ്രയോഗിക്കാൻ തോന്നും. അങ്ങനെ പലരെയും അദ്ദേഹം ഉപദ്രവിച്ച് പല ജന്തുക്കളെയും ഹിംസിച്ച് അവസാനം മഹർഷി അകപ്പതിച്ചു എന്നുള്ള കഥയൊക്കെ പറഞ്ഞ് രാമനെ ഉപദേശിച്ച് നമുക്ക് ആരോടും ശത്രുത വേണ്ട, ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പോണ്ട, വില്ലും അമ്പൊക്കെ ത്യജിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു സീതയോട്, നീ പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്, നല്ല കാര്യങ്ങളാണ് നീ പറഞ്ഞതെല്ലാം. പക്ഷേ നമ്മളിവിടെ വന്നിരിക്കുന്നത് സന്യാസിമാരായിട്ടല്ല, മുനിമാരായിട്ടല്ല. മുനിധർമ്മം കുറേയൊക്കെ നമ്മൾ ചരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ക്ഷത്രിയന്മാരായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, തിരിച്ചു പോകേണ്ടവരാണ്. 14 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആയുധം പിടിക്കാൻ അറിയാതെ എല്ലാം മറന്നുപോയിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ക്ഷത്രിയന്മാരായി വാഴാൻ പറ്റും? അപ്പൊ നമ്മളിവിടെയും ക്ഷത്രിയന്മാർ തന്നെയാണ്. നമ്മുടെ ക്ഷത്രിയ ഭാവം ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെയും നമുക്ക് ആവശ്യത്തിന് ആയുധം ഉപയോഗിച്ച് ദണ്ഡിക്കേണ്ടവരെ ദണ്ഡിക്കണം. ഇതെന്റെ ധർമ്മമാണ്. ഞാൻ ഭരതന്റെ രാജ്യത്തിലെ ഒരു ക്ഷത്രിയനാണ്. അപ്പൊ എന്റെ ധർമ്മം ആയുധങ്ങൾ കൊണ്ടു നടന്ന് ദുഷ്ടന്മാരെ നിയന്ത്രിക്കുക, ശിക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സീതയെ അങ്ങോട്ട് ഉപദേശിച്ച് സീത ഇങ്ങോട്ട് ക്ഷമാപണം ചെയ്യുന്നു രാമനോട്. ആരണ്യകാണ്ഡത്തിൽ വാൽമീകി രാമായണത്തിൽ കാണാം. വിസ്തരിച്ചാണ് ഈ ചർച്ചയൊക്കെ. അപ്പോ എന്തെങ്കിലും ഇങ്ങോട്ട് കുറെ നല്ല സാമർഥ്യത്തോടെ വാക്ചാതുര്യത്തോടെ ഭാര്യ മയക്കിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിലും ഒരു പടി ഉയർന്നു നിന്നുകൊണ്ട് ധർമ്മത്തെക്കുറിച്ച് തന്റെ യുക്തി കൊണ്ടും അറിവുകൊണ്ടും ചിന്തനം ചെയ്ത് അതിൽ ശരിതെറ്റുകൾ നിശ്ചയിച്ച് അത് ഭാര്യയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ളതായിട്ടുള്ള തന്റെ ഇടം, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഭർത്താക്കന്മാർക്ക്. നമ്മുടെ ദശരഥന് അതുണ്ടായില്ല. പലരും അതുപോലെ സ്ത്രീജിതന്മാരായി
അവരുടെ നാശം സംഭവിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം നിലനിർത്തണം. അതിന് അമിതമായിട്ടുള്ള ആസക്തി, അറ്റാച്ച്മെന്റ് പാടില്ല എന്നുള്ളതാണ്. ജഹ്യാത് യദർത്തേ സ്വപ്രാണാൻ ഹന്യാദ്വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രിയാം ജഹ്യാത് യഹ തേന ഹ്യജിതോ ജിതഃ കൃമിവിഡ്ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേവരം ക്വ തദീയരതിർഭാര്യ ക്വയമാത്മാ ന പശ്ചതിഃ. കൃമിവിഡ്ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേവരം ക്വ തദീയരതിർഭാര്യ ക്വയമാത്മാ ന പശ്ചതിഃ. എങ്ങനെയാണ് സ്വന്തം ഭാര്യയിലുള്ള അധികമായിട്ടുള്ള ആസക്തിയെ അകറ്റുക, സ്വതന്ത്രനായി നിൽക്കുക? അതിനുള്ള ഉപദേശമാണ് ഇവിടെ. കൃമി വിട്ട ഭസ്മ നിഷ്ഠാന്തം ക്വ ഇതം തുച്ഛം കളേവരം. ഈ ശരീരം, നമ്മുടെ ശരീരം കളേവരം, തുച്ഛം, വളരെ നിസ്സാരമായിട്ടുള്ളത്. അതെന്തായി തീരാനുള്ളതാണ്? ഒന്നുകിൽ കൃമികൾക്ക് ഭക്ഷണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കൃമികൾ ഉള്ളിലുണ്ട് ഇഷ്ടം പോലെ. ഇത് വീണ് കഴിഞ്ഞാലും കൃമികളുടെ ഭക്ഷണമായി തീരുന്നതാണ്. അല്ലെങ്കിൽ വിട്ട് മലഭാണ്ഡമാണിത്. ഇതിൽ നിറച്ച് മലമേ ഉള്ളൂ, മാറുന്ന വസ്തുവാണ്. ഈ തോല് കൊണ്ട് ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് സുരക്ഷിതമായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനെ പല ജന്തുക്കളും വന്ന് കൊത്തിക്കൊണ്ടുപോയേനെ, അല്ലേ? തൊലി അങ്ങോട്ട് തുറന്നു വെച്ചു കഴിഞ്ഞാല് ഈച്ചകൾ വരും, പ്രാണികൾ വരും, പുഴുക്കൾ വരും, പക്ഷികൾ വന്ന് കൊത്തിയെടുത്തോണ്ട് പോകും, കാക്ക കൊത്തിയിട്ട് പോകും. എല്ലാ ജന്തുക്കൾക്കും ആക്രമിക്കാൻ സൗകര്യമായി നമ്മൾ ഈ തോലൊന്ന് മാറ്റിക്കൊടുത്താൽ. ഈ തോല് കൊണ്ട് ഭംഗിയായി കവർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത്. പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉള്ളിലുള്ളത് മുഴുവൻ മറ്റു ജന്തുക്കളുടെ ഭക്ഷണമോ മലമോ ഒക്കെയാണ്. അപ്പോൾ കൃമി വിട്ട് ഭസ്മം, ചാരമായി തീരാൻ പോകുന്നതാണ്. അതാണ് ഇവയിൽ നിഷ്ഠയോടുകൂടിയത്. നിഷ്ഠാന്തം, അന്ത്യത്തിൽ ഇത് എന്തോ ആയി തീരേണ്ടതാണ്. പരിണാമം ഇതാണ്. കൃമികളായിട്ടോ മലമായിട്ടോ ഭസ്മമായിട്ടോ തീരുന്നതാണ്. അങ്ങനെയുള്ള ഇതം തുച്ഛം കളേവരം ക്വ, ഈ നിസ്സാരമായിട്ടുള്ള, ഈ വൃത്തികെട്ടതായിട്ടുള്ള ശരീരം എവിടെ? അത് തന്റേതും തന്നെ ഭാര്യയുടേതും തന്നെ. അങ്ങനെയുള്ള അതിൽ തദീയ രതിഹി ഭാര്യ ക്വ, അതിൽ സുഖസ്ഥാനമായിരിക്കുന്ന രതിയോടുകൂടിയിരിക്കുന്ന ഭാര്യ എവിടെ? അപ്പോ തന്റെ ശരീരത്തോടും ഭാര്യയ്ക്ക് രതി, തനിക്ക് അങ്ങോട്ടും ഭാര്യയോടും രതി. അങ്ങനെയുള്ള പരസ്പരം രതി ഈ നിസ്സാര വസ്തുവിന്റെ പേരിലാണ്, ഈ നാറുന്ന ഭാണ്ഡത്തിന്റെ പേരിലാണ് പരസ്പരം രതി. ഇതിൽ രതി വളർത്തി വളർത്തി ഈ ദേഹാഭിമാനം വർദ്ധിപ്പിച്ച് എന്നും സംസാരികളായിട്ട് കഴിയണമോ, അതോ ഇതിനെ നിസ്സാരമായി കരുതി ഇതല്ല താൻ, ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം വളർത്തുകയാണോ വേണ്ടത്? താൻ ആരാണ്? അയമാത്മാ. ക്വായമാത്മാ, ഈ അയമാത്മാ ക്വ, ഈ ആത്മാവ് ആരാണ്? നഭശ്ചതിഹി, നഭസ്സാകുന്ന ഛതിയോടുകൂടിയതാണ്. ഛതി എന്ന് പറഞ്ഞാൽ ഛാദനം ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്, ആകാശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത്, ആകാശമാകുന്ന വസ്ത്രത്തോടു കൂടിയത് എന്ന് പറഞ്ഞാൽ ആത്മാ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥമാണ്. അപ്പൊ ആകാശത്തെയും ഛാദനം ചെയ്യുന്ന, ആകാശത്തെയും മറയ്ക്കുന്ന എന്നർത്ഥത്തിലും എടുക്കാം. നഭസ്സിനെയും ഛാദനം ചെയ്യുന്ന, ആകാശത്തെയും വിഴുങ്ങുന്നതായിരിക്കുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഈ ആത്മസ്വരൂപം എവിടെ കിടക്കണു? ബ്രഹ്മസ്വരൂപമാണത്. അല്ലാതെ ഈ നിസ്സാരമായിട്ടുള്ള ഈ ഭാണ്ഡത്തിലല്ല. ഈ കൃമി വിട്ട് ഭസ്മമായി തീരുന്ന ഈ നിസ്സാര ശരീരത്തിലുള്ള രതിയെ അല്ല ആഗ്രഹിക്കേണ്ടത്. ഇതിൽ സ്നേഹമുള്ള ഭാര്യയെ അല്ല അങ്ങോട്ട് സ്നേഹിക്കേണ്ടത്. നമ്മൾ രുക്മിണിയുടെ സംവാദത്തിലൊക്കെ അല്ലെ, രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം കർഹിച്ചിത്ത അധ്യായത്തില് ഇതൊക്കെ രുക്മിണി നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അങ്ങയെ ഇതൊന്നും ആയിട്ടല്ല കണ്ടിരിക്കുന്നത്, അങ്ങയെ പരമാത്മാവായി തന്നെയാണ് ഞാൻ കാണുന്നത്. ആ പരമാത്മാവായിട്ടുള്ള അങ്ങയെയാണ് ഞാൻ ഭർത്താവായിട്ട് ഭരിച്ചിരിക്കുന്നത്, അല്ലാതെ നാറുന്ന ശരീരത്തെ അല്ല. സപ്തധാതുക്കളെ കൊണ്ട്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ശരീരത്തിലല്ല എനിക്ക് ആസക്തി. അപ്പൊ അങ്ങനെയുള്ള ആ ആത്മഭാവം, അവനവന്റെ ആത്മഭാവത്തെയും തന്റെ ഭാര്യയുടെയും ആ ആത്മഭാവത്തെയും അത് രണ്ടും ഒന്നാണെന്നും അതിൽ ദേഹത്തിന് നിസ്സാരമായിട്ടുള്ള സ്ഥാനമേ ഉള്ളൂ എന്നും
വിവേകം കൊണ്ട് ഉറപ്പിക്കണം. അപ്പൊ ഈ ദേഹത്തിലല്ല മമത വളർത്തേണ്ടത്, ആത്മബന്ധമായിട്ട് മാറണം. അപ്പൊ അവനവന്റെ ആത്മാവിനെ കുറിച്ച് അറിയണം, ആത്മാവിന്റെ മഹത്വം അറിയണം. അങ്ങനെ ആത്മവിചാരം കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട് ഇതിലുള്ള ആസക്തിയെ അവനവന്റെ ശരീരത്തിലും അതിനെ സുഖിപ്പിക്കുന്ന ഭാര്യയുടെ ശരീരത്തിലുമുള്ള മമതയെ ഉപേക്ഷിക്കണം. കൃമിവിഡ് ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേവരം ക്വ തദീയരതിർഭാര്യ ക്വയമാത്മാനപശ്ചതി സിദ്ധൈർയജ്ഞാവശിഷ്ടാർത്ഥൈഃ കൽപ്പയേത് വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാം ഇയാത്. സിദ്ധൈർയജ്ഞാവശിഷ്ടാർത്ഥൈഃ കൽപ്പയേത് വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാം ഇയാത്. അപ്പോ അവനവന്റെ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നതിലൂടെ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം. അതിനെക്കുറിച്ച് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ യജ്ഞാവശിഷ്ടാർത്ഥൈഃ. ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. ആരാണോ അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത്, യേ പചന്തി ആത്മകാരണാത് തേതു അകം ഭുഞ്ജതേ പാപാഹ പാപികൾ, ആ പാപികൾ അവർ ചെയ്യുന്ന പാപത്തെ ഒറ്റയ്ക്ക് തിന്നുന്നു. എന്നാൽ യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യതേ സർവകിൽബിഷൈഃ, യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സജ്ജനങ്ങൾ യജ്ഞം ചെയ്ത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് വിതരണം ചെയ്യേണ്ടവർക്കൊക്കെ വിതരണം ചെയ്ത് ബാക്കിയുള്ളത് യജ്ഞപ്രസാദമായി നിത്യവും ഭക്ഷിക്കുന്നവൻ ഭുഞ്ജതേ തേതു അല്ല യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ, സർവകിൽബിഷങ്ങളിൽ നിന്നും സർവപാപങ്ങളിൽ നിന്നും മുച്യത്തെ മുക്തനായിത്തീരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സിദ്ധൈർ യജ്ഞാവശിഷ്ടാർത്ഥൈഃ ശേഷേ സ്വത്വം ത്യജന് ആത്മനഃ വൃത്തിം കൽപ്പയേത് പ്രാജ്ഞഃ. ഒരു പ്രാജ്ഞൻ, നല്ല ബുദ്ധിയുള്ളവൻ, വിവേകിയായിട്ടുള്ള ഒരാള് എന്ത് ചെയ്യണം? സിദ്ധൈഹി, തനിക്ക് ലഭിച്ചിരിക്കുന്ന യജ്ഞ അവശിഷ്ടാർത്ഥൈഹി, യജ്ഞം ചെയ്ത് അവശിഷ്ടമായ അർത്ഥങ്ങളെ കൊണ്ട്, പദാർത്ഥങ്ങളെ കൊണ്ട്, ശേഷേ അതിൽ അവശേഷിച്ച വസ്തുവിലും ശേഷിച്ചിരിക്കുന്നതിലും സ്വത്വം ത്യജന്, അതിലും സ്വകീയ ഭാവം എന്റേത് എന്നുള്ള ഉടമസ്ഥതാഭാവം ഇല്ലാതെ പ്രസാദമായിട്ട്, ഈശ്വരന്റെ പ്രസാദമായിട്ട് കണക്കാക്കി ആത്മനഃ വൃത്തിം കൽപ്പയേത്, അവനവന്റെ വൃത്തിയെ, അവനവന്റെ നിലനിൽപ്പിനെ, അവനവന്റെ ഉപജീവന മാർഗത്തെ, ഭക്ഷണാദികളെ മമതയില്ലാതെ വൃത്തിം കൽപ്പയേത്, വൃത്തിയെ കൽപ്പിക്കണം. അങ്ങനെയുള്ള പ്രാജ്ഞ സഹ, ആ അറിവുള്ളവൻ മഹതാം പദവിയും ഇയാത്, മഹാത്മാക്കളുടെ പദവിയെ പ്രാപിക്കും. അപ്പൊ ഈ ഒരു അഭ്യാസത്തിലൂടെ യജ്ഞശിഷ്ടം ഭുജിക്കുന്നു, അത് പ്രസാദമായി ഭുജിക്കുന്നു, തന്റേതെന്നുള്ള ഭാവമില്ലാതെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ശേഷിച്ചതിനെ ഭുജിക്കുന്നവൻ, പ്രസാദബുദ്ധിയോടെ ഭുജിക്കുന്നവൻ മഹത്തായ പദവിയെ പ്രാപിക്കുന്നു, മഹാത്മാക്കളുടെ പദവിയെ പ്രാപിക്കുന്നു എന്നാണ്. അത് എങ്ങനെയൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത്, യജ്ഞം ചെയ്യേണ്ടത്, പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് 16-ാം ശ്ലോകത്തില്. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതൃം ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതൃൻ ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. ഇത് നമുക്ക് നാളെ കാണാം. നാളെ തുടരാം. ഇന്നിപ്പോ ഇവിടെ നിൽക്കട്ടെ. മകരസംക്രാന്തി സന്ദർഭത്തില് എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ സ്വതന്ത്രരാവുക. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
നാളെ രാവിലെ ഒരു സമയം ഉണ്ടാവുള്ളൂ, സന്ദർഭം പോലെ ചെയ്യാം. 2-3 പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നിട്ടേ പറ്റുള്ളൂ. അപ്പോൾ വൈകിയാൽ വൈകുന്നേരം ഉണ്ടാവും. നാളെ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭരാത്രി, മകരസംക്രാന്തി ആശംസകൾ ഒരിക്കൽ കൂടെ. ഹരി ഓം.